രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് രാധയുടെ പ്രണയം 133 എപ്പിസോഡിലേക്ക് രാധാറാണിയുടെ അനുഗ്രഹം കൊണ്ട് കടക്കുകയാണ്. ഇതിന് മുമ്പുള്ള എപ്പിസോഡ് വേണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. രാധയുടെ പ്രണയത്തിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ലഭിക്കുന്നതാണ്. നാരായണീയം പഠിക്കുന്നത് പരമപുണ്യം. ചൊവ്വാഴ്ച രാധയുടെ പ്രണയം, ബുധനാഴ്ച മരണത്തെ കീറി മുറിച്ചു പരിശോധിക്കുന്ന, മരണഭയം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന പ്രപഞ്ചത്തിലെ ഒരേ ഒരു പുസ്തകം, അതാണ് കഠോപനിഷത്ത്. കഠോപനിഷത്തിൻ്റെ ക്ലാസ്സാണ് എല്ലാ ബുധനാഴ്ചയും. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്സാണ്. എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി ധമ്മപദം വളരെ വിലപ്പെട്ട ക്ലാസ്സാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. പിന്നെ ഞാൻ കൊല്ലത്താണ്. എൻ്റെ അടുത്ത് വന്ന് ചേർന്ന് പഠിക്കണമെന്നുള്ളവർക്ക് ഇവിടെ വരാം. കാസർഗോഡ്, കണ്ണൂരിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഹോസ്റ്റൽ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ ജ്യോതിഷപരമായിട്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ നക്ഷത്രക്കാരുടെ ഫലം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ജ്യോതിഷപരമായ എന്ത് സംശയത്തിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ അഷ്ടാവക്ര ഗീതയുണ്ട്, കേൾക്കണം. പിന്നെ ഭക്തമീരയെക്കുറിച്ചുള്ള കഥയുണ്ട്, അത് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന് പറഞ്ഞുണ്ട്, ആരാണ് രാധ എന്ന് പറഞ്ഞ് രാധാറാണിയെക്കുറിച്ച് ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതെല്ലാം കൂടാതെ തന്നെ ജനറൽ എന്ന ഐറ്റത്തിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നിരവധി കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ.
ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണി കീ ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. അപ്പോൾ നമുക്ക് രാധയുടെ പ്രണയം തുടങ്ങാം. അതിനു മുമ്പ് രാധികാ കവചം 2 ഉണ്ട്. അത് രണ്ടും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റ് എടുത്താൽ രാധാ കവചം എന്ന ഹെഡിങ്ങിൽ അത് ഇട്ടിട്ടുണ്ട്. രാധാ സഹസ്രനാമം ഞാൻ ഇട്ടിട്ടുണ്ട്. ആ സഹസ്രനാമം വരികൾ വേണമെന്ന് പറഞ്ഞ ആളുകൾ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഞാൻ വരികൾ എഴുതിയ രാധാ സഹസ്രനാമം ചിലപ്പം ഞാൻ ഇന്ന് പ്രസിദ്ധീകരിക്കും, അല്ലെങ്കിൽ നാളെ 1-2 ദിവസത്തിനുള്ളിൽ അത് പ്രസിദ്ധീകരിക്കും. അതേപോലെ തന്നെ അപ്പം രാധാ സഹസ്രനാമം എന്ന ഹെഡിങ് കൊണ്ട് എല്ലാവരും കേൾക്കണം. അതേ കണക്ക് നിങ്ങളെ ഞാൻ മറ്റൊരു കാര്യം പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ സംഗീതാർച്ചന എന്ന് കേട്ടിട്ടുണ്ട്, നമ്മൾ പുഷ്പാർച്ചന എന്ന് കേട്ടിട്ടുണ്ട്, അതുപോലെ സംഗീതാർച്ചനയുണ്ട്. എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ ഒരു വിലപ്പെട്ട സമ്മാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കൃഷ്ണപ്രിയ എനിക്ക് വേണ്ടി പാടിയ ഒരു സംഗീത അർച്ചനയാണ്. ഒരു 2 വരി നമ്മുടെ പ്രിയങ്കരിയായ രാധാ സഹസ്രനാമം പാടിയ, രാധാ കവചം പാടിയ നമ്മുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ എനിക്ക് വേണ്ടി ഒരു 2 വരി പാടിയിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. അത് കേട്ടതിന് ശേഷം നമുക്ക് രാധയുടെ പ്രണയത്തിലേക്ക് വരാം. ജന്മദിനമിതം ഐ പ്രിയ സഖേ, ജന്മദിനമിതം ഐ പ്രിയ സഖേ, ശംതനോതു തേ സർവദാമുദം, ശന്തനോതു തേ സർവദാമുദം. പ്രാർത്ഥയാമഹേ ഭവശതായുഷീ, പ്രാർത്ഥയാമഹേ ഭവശതായുഷീ. ഈശ്വര സദാ ത്വാം ച രക്ഷതു, ഈശ്വര സദാ ത്വാം ച രക്ഷതു. പുണ്യകർമ്മണാ കീർത്തിമജ്ജയാ, ജീവനം തവ ഭവതു സാർത്ഥകം, ജീവനം തദാ ഭവതു സാർത്ഥകം. ജന്മദിനമിതം ഐ പ്രിയ സഖേ, ശന്തനോതു തേ സർവദാമുദം, ശന്തനോതു തേ സർവദാമുദം, സർവദാമുദം. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ ഇത് പാടി തന്നത് കേട്ടല്ലോ. അപ്പൊ കൃഷ്ണപ്രിയയ്ക്ക് നന്ദി പറയുന്നു, 1000 നന്ദി പറയുന്നു. ഈ സംഗീതാർച്ചന വളരെ വിലപ്പെട്ട ഒന്നായിട്ട് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ എല്ലാ സമ്മാനങ്ങളും വിലപ്പെട്ടതാണ്. എങ്കിലും കാസർഗോട്ടുള്ള പീഡിയാട്രിഷ്യൻ ഡോക്ടർ പ്രവീണ എനിക്ക് കളഭം അയച്ചു തന്നു. ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ എന്തും എനിക്ക് വളരെ പ്രിയങ്കരമാണ്. അപ്പം നമുക്കെല്ലാം പ്രിയപ്പെട്ടതാണ് കളഭം. അത് മനസ്സിലാക്കി ഗുരുവായൂരപ്പൻ്റെ കളഭം എനിക്ക് ഡോക്ടർ പ്രവീണ അയച്ചു തന്നു. ഭഗവാന്റെ കളഭം നെറ്റിയിൽ അണിയാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? അതും എനിക്ക് കിട്ടിയ വിലപ്പെട്ട സമ്മാനങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഞാൻ പ്രവീണയ്ക്കും നന്ദി പറയുന്നു. ഈ പ്രവീണ, സത്യം പറഞ്ഞാൽ ഞാൻ ഈ പ്രവീണയെ കണ്ടിട്ട് പോലുമില്ല. അതാണ് അതിൻ്റെ സത്യം. ഞാൻ ഈ പ്രവീണയെ കണ്ടിട്ടില്ല. ഇടയ്ക്കെപ്പോഴും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. 1-2 തവണ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ കൃഷ്ണപ്രിയയും ഞാൻ കണ്ടിട്ടില്ല. കൃഷ്ണപ്രിയയും ഇങ്ങനെ വിളിച്ചു സംസാരിച്ചു ഉള്ള പരിചയമാണ്. എന്നിട്ട് പോലും ഇത്രയും സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇതുപോലെ മറ്റു പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് തികച്ചും വ്യത്യസ്തമായതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഒന്ന്, സംഗീതം കൊണ്ട് എനിക്കൊരു അർച്ചന നടത്തി. മറ്റൊന്ന്, ഭഗവാന്റെ കളഭം തന്നെ തന്നു. 2 പേർക്കും ഞാൻ എന്ത് ചെയ്യുന്നു? നന്ദി പറയുന്നു. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ ഉണ്ട്, നിശ്ചയമായും കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അഥവാ ഞാൻ വിട്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പർ 9645333999 എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ നിശ്ചയമായും ഞാൻ അതിൻ്റെ ലിങ്ക് തരുന്നതാണ്. അപ്പോൾ
നമ്മൾ രാധയുടെ പ്രണയം ആരംഭിക്കാൻ പോവുകയാണ് അല്ലേ. നമ്മൾ ഇതിനു മുമ്പുള്ളൊരു എപ്പിസോഡിൽ പറഞ്ഞു ഭാണ്ഡീരവനത്തിൽ വെച്ച് ബ്രഹ്മാവിന്റെ സാന്നിധ്യത്തിൽ കൃഷ്ണനും രാധാറാണിയും വിവാഹിതരാകുന്നു. അങ്ങനെ വിവാഹിതരായിട്ട് കൃഷ്ണനും രാധാറാണിയും ഒന്നിച്ച് ലതാ നികുഞ്ചത്തിലേക്ക് പോകുന്നു. ഇവിടെ വെച്ച് ഞാൻ ഓർത്തൊരു കാര്യം പറയട്ടെ. നമ്മുടെ രാധാഷ്ടമി വരികയാണ് 31-ാം തീയതി. 31-ാം തീയതി രാധാഷ്ടമിയാണ്. രാധാഷ്ടമിയിൽ യഥാർത്ഥ രാധാഭക്തർ എങ്ങനെയാണ് രാധാറാണിയെ പൂജിക്കേണ്ടത് അതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ കുറച്ചും കൂടെ മന്ത്രങ്ങൾ ചേർത്ത്, കുറച്ചും കൂടെ കാര്യങ്ങൾ ചേർത്ത്, കുറച്ച് വിശാലമായിട്ട് ആ വീഡിയോ ഉടൻ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതാണ്. രാധാഷ്ടമിയിൽ യഥാർത്ഥ ബ്രാഹ്മിൺസ് എങ്ങനെയാണ് രാധാറാണിയെ പൂജിക്കുന്നത്. രാധാറാണിയെ പൂജിക്കുന്നതിൽ വളരെ മുൻപന്തിയിലാണ് തമിഴ് ബ്രാഹ്മിൺസും മറ്റുമെന്നറിയുക. അതേ കണക്ക് നോർത്ത് ഇന്ത്യയിലെ ബ്രാഹ്മിൺസും. അപ്പൊ കൃത്യമായി അവർ എങ്ങനെയാണ് പൂജിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുത്താതിരുന്നിട്ടുള്ള പുതിയ മന്ത്രങ്ങളും കൂടെ ചേർത്ത് ഉടൻ നിങ്ങളുടെ കയ്യിൽ രാധാഷ്ടമിയെ കുറിച്ചുള്ള വീഡിയോ എത്തുന്നതാണ്. അപ്പൊ വീണ്ടും ഭാണ്ഡീരവനത്തിൽ വെച്ചു രാധാറാണിയുടെ വിവാഹം കഴിഞ്ഞു. രാധാറാണിയും കൃഷ്ണനും ലതാനുകുഞ്ചത്തിൽ പോയി. അവര് പരസ്പരം ലയിച്ചു, ഒന്നായി. രാധാറാണി കൃഷ്ണന്റെ മാറിൽ തളർന്നു കിടന്നു. കൃഷ്ണൻ രാധാറാണിയുടെ മുടികൾ മാടി ഒതുക്കി. പെട്ടെന്ന് ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ടു. കൃഷ്ണൻ ചെറുതായി, ഒരു കൈക്കുഞ്ഞായി കൃഷ്ണൻ വീണ്ടും മാറിയിരിക്കുന്നു. യുവാവായി തൻ്റെ മുന്നിൽ കിടന്ന കൃഷ്ണൻ ഒരു കൊച്ചു കുട്ടിയായി മാറിയിരിക്കുന്നു. രാധാറാണി ഞെട്ടിത്തെറിച്ചു പോയി. അയ്യോ, എന്നോടൊത്ത് ഇത്രയും നേരം രമിച്ചിരുന്ന യുവാവായ കൃഷ്ണൻ ഇതാ ഒരു കൊച്ചു കുഞ്ഞായിട്ട് എൻ്റെ അടുക്കൽ കിടക്കുന്നു. രാധാറാണിക്ക് എന്തു പറയണമെന്നറിയാൻ വയ്യ. ഞെട്ടിത്തെറിച്ച് രാധാറാണി നിന്നുപോയി. ബ്രഹ്മാവിൻ്റെ മുന്നിൽ വെച്ച് തൻ്റെ കഴുത്തിൽ മിന്നി ചാർത്തി തന്നെ സ്വന്തമാക്കി ലതാ നികുഞ്ചത്തിൽ വെച്ച് രതിലീലകളുടെ ഉന്നതങ്ങളിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയ തൻ്റെ പ്രിയതമൻ ഒരു കൊച്ചു കുഞ്ഞായി മാറിയിരിക്കുന്നു. രാധാറാണിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. രാധാറാണി വിങ്ങി വിങ്ങി കരഞ്ഞു. ആ സമയത്ത് ഒരു അശരീരി മുഴങ്ങിക്കേട്ടു. രാധേ. അധികം താമസിയാതെ തന്നെ കണ്ണൻ വൃന്ദാവനത്തിലേക്കെത്തും. അവിടെ വെച്ച് നീയും കണ്ണനും ഒന്നായി മാറും. രാധാകൃഷ്ണന്മാർ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് ആധാരമായ പ്രകൃതിയും പുരുഷനുമാണെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് നീ ഇപ്പോൾ സന്തോഷത്തോടു കൂടി പോവുക. നീ കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിച്ച് മനസ്സും ശരീരവും ശുദ്ധമാക്കി വെക്കുക. അധികം താമസിയാതെ മാധവൻ വൃന്ദാവനത്തിലേക്ക് എത്തും. നീ അവനെ പ്രതീക്ഷിച്ചിരിക്കുക എന്ന് ഒരു അശരീരി കേട്ടു. അത് കേട്ടപ്പം രാധാറാണിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ രാധാറാണി പറഞ്ഞു, അത് മതി, എനിക്ക് എൻ്റെ കണ്ണനെ എത്രയും വേഗം കിട്ടണം, എത്രയും വേഗം വൃന്ദാവനത്തിലേക്ക് എൻ്റെ കണ്ണനെ അയക്കണേ എന്ന് പറഞ്ഞു. പിന്നീട് രാധാറാണി വളരുകയാണ്, കൃഷ്ണനും വളരുകയാണ്. രാധാറാണിയുടെ മനസ്സ് നിറയെ കൃഷ്ണനാണ്. അവിടെ കൃഷ്ണനല്ലാതെ മറ്റൊന്നുമില്ല. ഒരു ദിവസം രാധാറാണി തൻ്റെ വീടിൻ്റെ പൂന്തോട്ടത്തിൽ അങ്ങനെ കൃഷ്ണനെ ചിന്തിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ലളിത സഖിയും വിശാഖയും കൂടെ എത്തിയിട്ട് രാധാറാണിയോട് ചോദിച്ചു, അല്ലേ രാധേ, നീ ഇതാരെയാണ് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്? അപ്പൊ രാധാറാണി ഒന്നും മിണ്ടിയില്ല. അപ്പോ ചോദിച്ചു, കണ്ണനെയാണോ നീ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്? അതോടെ രാധാറാണിയുടെ മുഖം ലജ്ജ കൊണ്ട് ചുവന്നു തുടുത്തു. രാധാറാണി പറഞ്ഞു, അതെ. അപ്പൊ വിശാഖയും ലളിതസഖിയും പറഞ്ഞു, നോക്കൂ, തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്നുള്ള വാർത്തകളിൽ അവർക്കെല്ലാം പറയാനുള്ളത് കണ്ണനെ കുറിച്ചാണ്. മഹാകുസൃതിയാണത്രേ, നല്ല അഴകാണത്രേ. ഞങ്ങൾ കണ്ടിട്ടുണ്ട് ദൂരെ നിന്ന് കണ്ണൻ കാലികളെ മേയിച്ചു പോകുന്നതൊക്കെ. അപ്പോൾ പറഞ്ഞു, ലളിതേ,
വിശാഖയെ കൃഷ്ണന്റെ ഒരു ചിത്രം എനിക്ക് വരച്ചു തരുമോ? അപ്പൊ ലളിതയും വിശാഖയും കൂടെ ചേർന്ന് ഭഗവാന്റെ ഒരു ചിത്രം ഇങ്ങനെ വരച്ചു കൊടുത്തപ്പോൾ രാധാറാണി ആ ചിത്രത്തിലേക്ക് നോക്കിയിരുന്നു. എന്തൊരഴകാണ്! അപ്പൊ ലളിതസഖി പറഞ്ഞു, നിനക്ക് കണ്ണനെ ദൂരെ നിന്ന് കാണാൻ ഒരു മാർഗമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്താണ്? അതേ, കണ്ണൻ കാലികളെ മേയ്ക്കാൻ വരുന്ന സമയം ഞങ്ങൾക്കറിയാം. ആ സമയമാകുമ്പോൾ ഞങ്ങൾ വരാം. പിറ്റേന്ന് കൃത്യമായിട്ട് ആ സമയത്ത് ലളിതസഖിയും വിശാഖയും വന്നു. വിശാഖയും വന്ന് രാധാറാണിയുമായി വീടിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് പോയി. അവിടുത്തെ ജന്നലിൽ പിടിച്ചുകൊണ്ട് നിന്നാൽ അങ്ങ് ദൂരെ ഗ്രാമത്തിലൂടെ ആര് പോകുന്നത് കാണാം? കണ്ണൻ പോകുന്നത് കാണാം. രാധാറാണി ഹൃദയത്തുടിപ്പോടുകൂടി നിന്നു. അപ്പോൾ കാണാം കണ്ണൻ ഇങ്ങനെ വരികയാണ്. കണ്ണൻ കാലികളെയും മേയിച്ചു കൊണ്ടുവരുന്നു. എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു സൗന്ദര്യമാണ്! രാധാറാണി കണ്ണനെ കണ്ടതും ബോധം കെട്ട് വീണുപോയി. ലളിതയും വിശാഖയും ഓടി വന്ന് ജലമെടുത്ത് രാധാറാണിയുടെ മുഖത്ത് തളിച്ചു. രാധാറാണി കണ്ണ് തുറന്നിട്ട് പറഞ്ഞു, ലളിതേ, എൻ്റെ കണ്ണൻ എവിടെ ലളിതേ? എൻ്റെ കണ്ണൻ എവിടെ ലളിതേ? എനിക്ക് കണ്ണനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ ദേഹം ഉപേക്ഷിക്കും. എനിക്കിനി കാത്തിരിക്കാൻ വയ്യ, എനിക്കിനി കാത്തിരിക്കാൻ വയ്യ. ഇത്രയും നാളും ഞാൻ ക്ഷമിച്ചു. എൻ്റെ ഹൃദയം അവൻ കീഴടക്കി. അവൻ വേണം. അവനില്ലെങ്കിൽ ഞാൻ ജീവിതം ഉപേക്ഷിക്കും, ഉറപ്പായിട്ടും ഉപേക്ഷിക്കും. അപ്പൊ ലളിതസഖിയും വിശാഖയും പേടിച്ചുപോയി. ഇവര് പരിഭ്രമിച്ച് ഓടി കാളിന്തിയുടെ തടത്തിൽ പോയി. അവിടെ ചെന്ന് കാളിന്തിയുടെ തടത്തിൽ വിശ്രമിക്കുന്ന കണ്ണനോട് പറഞ്ഞു, കണ്ണാ, ഞങ്ങൾ രാധയുടെ തോഴിമാരാണ്. ഞാൻ ലളിത, ഇത് വിശാഖ. നോക്കൂ കണ്ണ, നിന്റെ വരവും കാത്തിരിക്കുകയാണ് രാധാറാണി. ആഹാരം പോലും കഴിക്കുന്നില്ല. ഇപ്പോൾ രാധാറാണി വല്ലാതെ മെലിഞ്ഞു വരുന്നു. ഒന്നിനോടും ഒരു താല്പര്യവുമില്ല. കൃഷ്ണ ഞങ്ങളോട് പറഞ്ഞു, ഇനി എത്രയും പെട്ടെന്ന് നീ വന്നില്ലെങ്കിൽ, നിന്നെ കിട്ടിയില്ലെങ്കിൽ രാധാറാണി ഈ ദേഹം ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞു. കൃഷ്ണ, വന്ന് ഞങ്ങളുടെ രാധാറാണിയെ രക്ഷിക്കണേ. കൃഷ്ണൻ പറഞ്ഞു, രാധയോട് പറയൂ, അവളുടെ അതേ മാനസികാവസ്ഥയാണ് എനിക്കും. ഒരു നിമിഷം എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇനിയും ഇത് നീണ്ടുപോയാൽ ഈ കണ്ണനും ദേഹം ഉപേക്ഷിക്കും. രാധയോട് പറയണം, രാധ ദേഹം ഉപേക്ഷിച്ചാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും കണ്ണൻ ജീവിച്ചിരിക്കില്ല. ആ നിമിഷം ഈ കണ്ണനും ഈ ശരീരം ഉപേക്ഷിച്ചിരിക്കും. അതുകൊണ്ട് കാത്തിരിക്കാൻ പറയണം. രാധയോട് ഒന്നും കൂടെ പറയണം, നമ്മൾ ഭൂമിയിൽ വരുമ്പോൾ ഭൂമിയിലെ ചില നിയമങ്ങൾ അനുസരിക്കണം. ഭൂമിയിലെ നിയമം അനുസരിച്ച് രാധ തുളസിയെ പൂജിക്കണം. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഗർഗാചാര്യൻ പറഞ്ഞു തരും. അപ്പൊ രാധാറാണി ഗർഗാചാര്യനെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ലളിതസഖിയും വിശാഖസഖിയും അവിടുന്ന് രാധാജിയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ നേരെ ഗർഗാചാര്യനെ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞു. അപ്പൊ ഗർഗാചാര്യൻ പറഞ്ഞു, നമുക്ക് തുളസി വനം തീർക്കണം, തുളസിയെ സേവിക്കണം. ഭൂമിയിൽ ആര് ജനിച്ചാലും, അത് ദൈവം ജനിച്ചാലും കൃഷ്ണനെ കിട്ടാൻ തുളസിയെ പൂജിക്കണമെന്നൊരു നിയമമുണ്ട്. അതുകൊണ്ട് ഒരു തുളസി വനം തീർക്കാൻ പറയണം. അങ്ങനെ ഗർഗാചാര്യന്റെ നേതൃത്വത്തില് അഭിജിത്ത് നക്ഷത്രത്തില് തുളസി സേവ തുടങ്ങി. അതായത് അശ്വിനത്തിൽ തുടങ്ങി ചൈത്രത്തിലെ പൗർണമിയിൽ അവസാനിക്കുന്ന വിധത്തിലാണ് ഈ വ്രതമെന്ന് പറയുന്നത്. ആദ്യം ഒരു തുളസിത്തറ കെട്ടി, അതിനു ചുറ്റും നീലവർണ്ണമുള്ള കൃഷ്ണ തുളസി. അതാണ് വെയിൽ തട്ടിക്കഴിയുമ്പോൾ ആ തുളസിക്ക് കൃഷ്ണന്റെ നിറമാകും. എന്നിട്ട് രാധാറാണി എല്ലാ ദിവസവും ഈ തുളസിയിൽ ജലമൊഴിക്കും,
പാലഭിഷേകം നടത്തും, കരിമ്പിൻ്റെ നീരെടുക്കും, ആമ്രരസമൊഴിക്കും, പഞ്ചാമൃതമൊഴിക്കും. അങ്ങനെ തുളസീദേവിയെ ഇങ്ങനെ പൂജിച്ചു. അങ്ങനെ ഒടുവിൽ വ്രതം അവസാനിച്ചു. ഗർഗാചാര്യന് രത്നങ്ങളും മറ്റും വിലപിടിച്ച സമ്മാനങ്ങൾ കൊടുത്തു. ഗർഗാചാര്യൻ രാധാറാണിയുടെ ചെവിയിൽ പറഞ്ഞു, രാധേ, കൃഷ്ണൻ നിന്റേതും നീ കൃഷ്ണൻ്റേതുമാണ്. നീ ആരാണെന്ന് അധികം വൈകാതെ നീ തിരിച്ചറിയും. നീ ഇല്ലാതെ കൃഷ്ണനില്ല, കൃഷ്ണനില്ലാതെ നീയുമില്ല. മകളെ, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് വൃന്ദാവന ലീലകളാടുവാൻ അവസരം ലഭിക്കുന്നതാണ്. അങ്ങനെ ഗർഗാചാര്യൻ പൊയ്ക്കഴിഞ്ഞു. ആ സമയത്ത് രാധാറാണി ഇങ്ങനെ പൂന്തോട്ടത്തിൽ ഇരിക്കുമ്പോൾ കാണാം, ആകാശത്തെ മേഘങ്ങൾ ഇങ്ങനെ മാറുകയും അവിടെ നിന്നൊരു പക്ഷിവാഹനത്തിൽ ഇങ്ങനെ താന്നു വരികയാണ്. മന്ദം മന്ദം ഒരു പക്ഷിവാഹനത്തിൽ സാക്ഷാൽ തുളസീദേവി വരികയാണ്. തുളസീദേവി വന്ന പാടെ രാധാറാണിയെ കെട്ടിപ്പിടിച്ചു. തുളസീദേവി പീതാംബരധാരിയായിരുന്നു, വൈജയന്തി മാല ധരിച്ചിരുന്നു. രാധാറാണി ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, രാധേ, അധികം താമസിയാതെ നിന്റെ ആഗ്രഹം നടക്കും, നിന്റെ കണ്ണൻ വന്നിരിക്കുമെന്ന് പറഞ്ഞു. അന്ന് രാത്രി രാധാറാണി ഒരു സ്വപ്നം കാണുകയാണ്. കണ്ണൻ രാധയുടെ അടുത്തേക്ക് വന്നു. രാധാറാണിയുടെ തലമുടി മാടിയൊതുക്കി, രാധാറാണിയുടെ നെറ്റിയിൽ ചുംബിച്ചു, അധരത്തിൽ അമർത്തി ചുംബിച്ചു. എന്നിട്ട് ചെവിയിൽ പറഞ്ഞു, രാധേ, ഞാൻ വരുന്നു, ഞാൻ വരുന്നു രാധേ, നിനക്കായി മാത്രം നൃത്തം ചെയ്യാൻ, നിനക്കായി മാത്രം വേണൂതാൻ, നിനക്കായി മാത്രം രാസലീല നടത്താൻ ഞാൻ വരുന്നു രാധേ, ഞാൻ വരുന്നു രാധേ. എന്നിട്ട് രാധാറാണിയുടെ ചുണ്ടിൽ ചെറുതായി പ്രണയത്തോടെ ഒന്ന് കടിച്ചു. രാധാറാണി പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അപ്പുറം ഇപ്പുറം എല്ലാം നോക്കി, ആരുമില്ല, ആരുമില്ല. പക്ഷേ രാധാറാണി ഓടിച്ചെന്ന് നിലക്കണ്ണാടിയിൽ നോക്കി. തൻ്റെ മുഖം ചുവന്നു തുടുത്തിരിക്കുന്നു, തൻ്റെ അധരം ചുവന്നു തുടുത്തിരിക്കുന്നു. അതെ, തൻ്റെ അധരത്തിൽ ആരോ കടിച്ചതുപോലെ ചെറുതായിട്ടൊരു ചുവന്ന പാട് കാണുന്നു. കണ്ണൻ വന്നിരുന്നു. ഇവൻ മായക്കണ്ണനാണോ? ഇവൻ എങ്ങനെ വന്നു? ഇവൻ എന്നെ ചുംബിച്ചു. രാധാറാണി വിളാവിവശയായി. ആ സമയം രാധാറാണി കണ്ടു, ആ മുറിയിൽ വനമാലയിൽ നിന്നൊരു പുഷ്പം, കൃഷ്ണന്റെ വനമാലയിൽ നിന്നൊരു പുഷ്പം. രാധാറാണി ഓടിച്ചെന്ന പൂ എടുത്തു. കണ്ണ, നീയാണോ വന്നത്? നീയാണോ എൻ്റെ അധരം പാനം ചെയ്തത്? നീയാണോ എൻ്റെ നെറ്റിയിൽ ചുംബിച്ചത്? അപ്പോൾ ആ വാചകം മുഴങ്ങിക്കേട്ടു, രാധേ, തുളസി പൂജ തീർത്തു കഴിഞ്ഞ രാധേ, ഞാൻ വരുന്നു രാധേ, ഞാൻ വരുന്നു രാധേ, നിന്നെ കാണാൻ ഞാൻ വരുന്നു രാധേ. രാധാറാണി അടിമുടി രോമാഞ്ചമണിഞ്ഞു. കാത്തിരിക്കുകയാണ് ആ നിമിഷത്തിന് വേണ്ടി. ആ വരക്കം ഒരു ഒന്നൊന്നര വരക്കമാണ്. വരക്കമാണ്. ഇതിനു മുമ്പൊരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണൻ രാധാറാണിയെ കാണാൻ വന്നത്, അത് ഒരു രീതി, ഇത് മറ്റൊരു രീതി. അപ്പൊ ആദ്യമായിട്ട് രാധാറാണിയെ കൃഷ്ണൻ കാണാൻ വന്നതിനെ കുറിച്ച് തന്നെ പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ നേരത്തെ പറഞ്ഞു, കൃഷ്ണന്റെ വരവിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ കേട്ട്. ഇത് മറ്റൊരു രീതിയാണ്. ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ഒരു രീതിയിലാണ് കൃഷ്ണൻ വരുന്നത്. നിങ്ങൾ ഭാവനയിൽ കാണുന്നതിനും അപ്പുറമുള്ള ഒരു രീതിയിലേക്ക് കൃഷ്ണൻ വരാൻ പോവുകയാണ്. അതേ തുളസി പൂജ പൂർത്തിയാക്കിയ സാക്ഷാൽ രാധാറാണിയെ കാണാൻ വരുന്നു. പ്രണയത്തിന്റെ രാജകുമാരൻ മറ്റൊരു രീതിയിൽ വരുന്നു. ഒരു ഒന്നൊന്നര വരക്കം. അത് ഞാൻ അടുത്ത ചൊവ്വാഴ്ച പറയുന്നതായിരിക്കും. ഇനി നമുക്ക് ഏതിലേക്ക് കടക്കാം? കഴിഞ്ഞ വട്ടം നമ്മൾ നിർത്തിയിരുന്ന രാധയുടെ പ്രണയം, അതിന്റെ ബാക്കി നമ്മൾ തുടങ്ങാൻ പോകുന്നു. ഉദ്ധവൻ പറഞ്ഞു, കൃഷ്ണ, അങ്ങ് ദൈവമാണ്, ദൈവത്തിൻ്റെ വാക്കുകൾ സത്യമായി തീരണം.
കൃഷ്ണൻ ഉദ്ധവനെ തന്നെ നോക്കി, അങ്ങയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. ഈ മത്സരത്തിൽ ദുര്യോധനൻ ജയിക്കുകയാണെങ്കിൽ മറ്റാരും ജയിക്കാതിരിക്കുകയും ചെയ്താൽ, അപ്പോൾ എൻ്റെ പ്രേക്ഷകർ ഒരു കാര്യം അറിയണം, ഈ മത്സരത്തിൽ ഒന്നിൽ കൂടുതൽ പേര് ജയിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഇഷ്ടമുള്ള ആളിനെ ദ്രൗപദിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. പക്ഷെ ഒരാളെ ജയിച്ചിട്ടുള്ളെങ്കിൽ അയാളെ തന്നെ വിവാഹം കഴിക്കണം. അതിലേക്കാണ് ഇവിടെ ഉദ്ധവൻ വരുന്നത്. ഉദ്ധവൻ പറഞ്ഞു, കൃഷ്ണ, അങ്ങയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. ഈ മത്സരത്തിൽ ദുര്യോധനൻ വില്ലാളി വീരൻ തന്നെയാണ്. ആ ദുര്യോധനൻ ഈ മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ, മറ്റാരും വിജയിക്കാതിരിക്കുകയുമാണെങ്കിൽ ദ്രൗപദിക്ക് ദുര്യോധനനെ കെട്ടേണ്ടി വരും. അങ്ങനെ വന്നാൽ ദ്രൗപദി തൻ്റെ ജീവൻ ഒടുക്കും. അങ്ങയ്ക്ക് വാക്കുപാലിക്കാൻ കഴിയില്ല. അത് തടയാനാണ് ഈ ഉദ്ധവൻ മത്സരത്തിനിറങ്ങുന്നത്. പക്ഷേ ഉദ്ധവനും ജയിച്ചില്ല എങ്കിൽ, കൃഷ്ണ, എനിക്കൊരു പദ്ധതിയുണ്ട് കൃഷ്ണ. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, എന്തു പദ്ധതിയാണ് ഉദ്ധവ നിനക്കുള്ളത്? അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, നോക്കൂ കൃഷ്ണ, ഞാൻ ജയിക്കത്തില്ല എന്ന് ഉത്തമ ബോധ്യമായാൽ ഈ വില്ല് എൻ്റെ ദേഹത്തേക്ക് മറിച്ചിടാൻ എനിക്ക് പറ്റും. ആ വില്ലിൻ്റെ അടിയിൽപ്പെട്ട് ഞാൻ ചതഞ്ഞരഞ്ഞു മരിക്കട്ടെ. മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ മത്സരാർത്ഥി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നിയമം അനുസരിച്ച് പുലയാണ്, കുറച്ചു ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും. ആ സമയത്തിനുള്ളിൽ അങ്ങേക്ക് ഉചിതനായ പോരാളിയെ കണ്ടെത്താം, അല്ലെങ്കിൽ പഞ്ചപാണ്ഡവരെ കണ്ടെത്തി ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. കൃഷ്ണൻ പറഞ്ഞു, ഉദ്ധവ, നീ എന്താണ് ഈ പറയുന്നത്? എനിക്ക് വേണ്ടി നീ നിന്റെ ജീവൻ കളയുകയോ? അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, കൃഷ്ണ, ജനനം മുതൽ എൻ്റെ ജീവിതം കൃഷ്ണന് വേണ്ടി മാത്രമുള്ളതാണ്. ഞാൻ കൃഷ്ണന് വേണ്ടി മാത്രമാണ് ചിരിക്കുന്നത്. ഞാൻ കൃഷ്ണന് വേണ്ടി മാത്രമാണ് ഓരോരോ കൃഷ്ണനോടൊപ്പമുള്ള കളികളിൽ പങ്കെടുത്തിട്ടുള്ളത്. ഞാൻ കൃഷ്ണന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. കൃഷ്ണനപ്പുറം ഒരു ലോകം എനിക്കില്ല. അതുകൊണ്ട് എന്നെ ഇതിനനുവദിക്കണം. കൃഷ്ണൻ ഉദ്ധവനെ കെട്ടിപ്പിടിച്ചു. കൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, ഉദ്ധവ, കൃഷ്ണന്റെ അവസാനത്തെ ശ്വാസം നിലയ്ക്കുവോളം കാലം നിനക്കെന്തെങ്കിലും വരാൻ ഞാൻ സമ്മതിക്കില്ല ഉദ്ധവ, ഞാൻ സമ്മതിക്കില്ല. ആ സമയത്ത് ഉദ്ധവന്റെ തോളിലൊരു സ്പർശം. ഉദ്ധവൻ നോക്കി, ഇതാരാണ്? ഉദ്ധവന്റെ പിടി തൻ്റെ ഉറയിലിരിക്കുന്ന വാളിന്റെ പിടിയിലേക്ക് അമർന്നു. ഉദ്ധവൻ ഏതു നിമിഷവും ആ വാളെടുക്കാൻ തയ്യാറായി. ഉദ്ധവൻ തിരിഞ്ഞു നോക്കി, കൃഷ്ണനും തിരിഞ്ഞു നോക്കി. ആ രൂപം കൊണ്ട് അത്ഭുതപ്പെട്ടു. മുഖം മറച്ച 3 രൂപങ്ങളാണ് നിൽക്കുന്നത്. അതിൽ ഈ ഒരു രൂപമാണ് തോളിൽ കൈവച്ചിരിക്കുന്നത്. ഉദ്ധവൻ തൻ്റെ വാളുയർത്തിയതും ആ മുഖം മറച്ചതിൽ ഒരാൾ അതിൻ്റെ മുഖം മൂടി മാറ്റുകയായിരുന്നു. അത് കണ്ട് ഉദ്ധവൻ ഞെട്ടിത്തെരിച്ചു നിന്നുപോയി. കൃഷ്ണനും ഞെട്ടിത്തെരിച്ചു നിന്നുപോയി. അറിയാതെ കൃഷ്ണന്റെ വായിൽ നിന്ന് ആ വാക്കുകൾ പുറത്തു വന്നു, വിശാഖ, വിശാഖേ നീ. ആ സമയത്ത് മറ്റു 2 പേരും തങ്ങളുടെ മുഖം മറച്ചിരുന്ന തുണി മാറ്റി. അതൊന്ന് ലളിത, മറ്റൊന്ന് അവിടുത്തെ ഗോപനായ സുധാമ. 3 പേരാണ് നിൽക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഇത് എന്താണ്? നിങ്ങളിതെങ്ങനെ വന്നു? അപ്പോൾ വിശാഖ പറഞ്ഞു, ഇതാ രാധാറാണി ഒരു കത്ത് തന്നയച്ചു. ഇത് അത്രയ്ക്ക് രഹസ്യ സ്വഭാവമുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ പോകണമെന്ന് പറഞ്ഞു മറ്റാരുടെ കയ്യിലും ഇത് കൊടുത്തയക്കാതിരുന്നത്. അപ്പോൾ ഉദ്ധവൻ കൃഷ്ണനെ നോക്കി. കൃഷ്ണൻ പറഞ്ഞു, അത്രയ്ക്ക് രഹസ്യമായതോ? രാധ തന്നയച്ചുവെന്നോ? അപ്പോൾ പറഞ്ഞു, അതേ. കൃഷ്ണൻ ആ കത്ത് വാങ്ങി. കൃഷ്ണൻ അത് വായിച്ചു നോക്കുകയാണ്. ആ ഓല വായിച്ചു നോക്കിയപ്പോൾ കൃഷ്ണന്റെ മുഖത്ത് വിവിധ വികാരങ്ങൾ മിന്നിമറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ വിശാഖേ, രാധ ഈ പറയുന്നത് സത്യമാണോ?
സത്യമാണോ? ഇത് നടക്കുമോ? പെട്ടെന്ന് വിശാഖയുടെ മുഖം ചുവന്നു, ലളിതയുടെ മുഖം ചുവന്നു, കൂടെ വന്ന ഗോപന്റെ മുഖം ചുവന്നു. അവര് 3 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, രാധാറാണി ഞങ്ങളുടെ മഹാറാണിയാണ്, റാണിമാർ കള്ളം പറയാറില്ല. കൃഷ്ണന് ഒരു നിമിഷം ഒരു പശ്ചാത്താപം തോന്നി. പെട്ടെന്ന് കൃഷ്ണന് പുഞ്ചിരി വന്നു. കൃഷ്ണൻ രാധയെ കുറിച്ച് ഓർത്ത് അഭിമാനിച്ചു. വൃന്ദാവന നിവാസികൾ രാധയെ മഹാറാണിയായി കാണുന്നു. അപ്പോൾ വിശാഖ ഉദ്ധവനോട് പറഞ്ഞു, കൃഷ്ണനോടും ചേർത്ത് പറഞ്ഞു, രാധാ മഹാറാണി സത്യം മാത്രമേ പറയാറുള്ളൂ. കൃഷ്ണൻ ഒരു നിമിഷം ചിന്തിക്കുകയായിരുന്നു, അല്ല, ഇവർ വൃന്ദാവനത്തിൽ ആരുടെ പേരിൽ ആരെയാണ് സ്നേഹിച്ചിരുന്നത്? വൃന്ദാവനത്തിൽ രാധയുടെ കളിത്തോഴൻ എന്ന പേരിലാണോ ഇവർ എനിക്ക് സ്നേഹം പകർന്നത്? അതോ എൻ്റെ കളിത്തോഴി എന്ന രീതിയിൽ രാധയെ സ്നേഹിച്ചതാണോ? അതോ ഞങ്ങളെ 2 പേരെയും ഒന്നിച്ച് സ്നേഹിച്ചതാണോ? പെട്ടെന്ന് കൃഷ്ണൻ തന്നെ ഉത്തരം പറഞ്ഞു, ഇല്ല, രാധയാണ് അവരുടെ സർവസ്വം, രാധയാണ് അവരുടെ സർവസ്വം. രാധയുടെ പേരിൽ തന്നെയാണ് വൃന്ദാവനം വിട്ടതിന് ശേഷം ഞാൻ ഇതുവരെ വൃന്ദാവനത്തിലേക്ക് തിരിച്ചു പോയിട്ടില്ല. അതോടുകൂടി അവരുടെ സ്നേഹം മുമ്പലത്തേക്കാൾ ഇരട്ടിയായി രാധയിൽ തന്നെ വീണിരിക്കുന്നു. അതേ രാധയും കൃഷ്ണനുമാണ് വൃന്ദാവനത്തില്. അപ്പോഴും കൃഷ്ണന്റെ മനസ്സിൽ വീണ്ടും ചോദ്യം ഉയരുകയാണ്, രാധയുടെ പേരിൽ തന്നെയാണോ ഇവരെന്നെ സ്നേഹിച്ചത്? കാരണം കൃഷ്ണൻ വൃന്ദാവനത്തിലില്ല. ഇന്ന് കൃഷ്ണൻ ഇല്ലാത്ത രാധയാണ്. പണ്ട് കൃഷ്ണനുള്ള രാധയായിരുന്നു, ഇന്ന് കൃഷ്ണൻ ഇല്ലാത്ത രാധ. കൃഷ്ണൻ ഇല്ലാത്ത രാധയെ അവർ മഹാറാണിയായി കരുതുന്നു. അവരുടെ മുന്നിൽ ഒരു സാമ്രാജ്യവുമില്ല, ഒന്നുമില്ല, ഒരു കൊച്ചു ദേശം മാത്രം. എന്നു മാത്രവുമല്ല, രാധ അവൾ ഇന്ന് അവിടെ ആരുമല്ല, ചന്ദ്രഭാനുവാണ് അവിടുത്തെ അധികാരി. അപ്പോൾ അവിടുത്തെ വെറും ഒരു പ്രജ മാത്രമായ രാധയെ വൃന്ദാവന നിവാസികൾ റാണിയായി കാണുന്നു. സാക്ഷാൽ ദ്വാരകയുടെ അധിപനായ തന്നെ അവരിനിയും ചക്രവർത്തിയായി കണ്ടിട്ടില്ല. ഇവർ ആരെയാണ് സ്നേഹിക്കുന്നത്? കൃഷ്ണനില്ലാത്ത രാധ ഇന്നും അവരാൽ സ്നേഹിക്കപ്പെടുന്നു. ഇന്നും അവർക്ക് മഹാറാണിയാണ്. കൃഷ്ണനാകട്ടെ യഥാർത്ഥ ചക്രവർത്തിയാണ്. യഥാർത്ഥ ചക്രവർത്തിയായ കൃഷ്ണനെ ചക്രവർത്തിയായി അവർ കാണുന്നില്ല. പക്ഷേ ഒന്നുമല്ലാത്ത രാധയെ മഹാറാണിയായി കരുതുന്നു. അപ്പോൾ കൃഷ്ണൻ വിശാഖയോട് പറഞ്ഞു, വിശാഖേ, നിങ്ങളുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു, രാധയുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു. രാധയോട് പറയൂ, കൃഷ്ണൻ എന്നും കടപ്പെട്ടിരിക്കും രാധയോട് എന്ന് രാധയോട് പറയണം. അപ്പോൾ വിശാഖയും ലളിതയും കൃഷ്ണന്റെ നേർക്ക് തിരിഞ്ഞിട്ട് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, പണ്ടും വാചകങ്ങൾ കൊണ്ട് അമ്മാനമാടുകയായിരുന്നു ഞങ്ങളുടെ രാധയുടെ മനസ്സെന്തെന്ന് കണ്ണനറിയില്ല. ഞങ്ങളുടെ രാധ കൃഷ്ണ വൃന്ദാവനത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കൃഷ്ണ പെട്ടെന്ന് കൃഷ്ണന് പഴയ ലളിത സഖിയെ ഓർമ്മ വന്നു. അതെ, പണ്ടും ലളിത സഖി ഇങ്ങനെയാണ് 100% രാധയോട് കൂറ് പുലർത്തുന്നത്. അന്നും രാധയ്ക്ക് വേണ്ടി തന്നോട് വഴക്കടിക്കുന്നത്. സത്യത്തിൽ ലളിതയോടും വിശാഖയോടും രാധയോടുമുള്ള കൃഷ്ണന്റെ സ്നേഹം ഇരട്ടിക്കുകയായിരുന്നു. എന്നിട്ട് ലളിത, വിശാഖ, ഗോപൻ 3 പേരും പറഞ്ഞു, ഞങ്ങൾ പോവുകയാണ്. കൃഷ്ണ, രാധ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഇന്നും നിന്നെ മാത്രം ധ്യാനിച്ചു കഴിയുകയാണ് കൃഷ്ണ. ഞങ്ങളുടെ മഹാറാണി എന്ന് പറഞ്ഞ് അവര് 3 പേരും നടന്നു. കൃഷ്ണൻ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു.
എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ കൃഷ്ണൻ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവരിങ്ങനെ നടന്നു പോവുകയാണ്. കണ്ണിൽ നിന്ന് മറയുന്ന ഘട്ടമെത്തിക്കഴിഞ്ഞപ്പോൾ ലളിത ഒന്ന് തിരിഞ്ഞു നിന്നു. ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് ഒരിക്കൽ കൂടി കൃഷ്ണനെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ, രാധ ഞങ്ങളുടെ മഹാറാണിയാണ് രാധ. ഒരിക്കലെങ്കിലും കൃഷ്ണ, ഞങ്ങളുടെ മഹാറാണിയെ കാണാൻ നീ വൃന്ദാവനത്തിലേക്ക് വരുമെന്ന് ഞാൻ കരുതുന്നു. പെട്ടെന്ന് മുഖപടം താഴ്ത്തിയിട്ടിട്ട് അവര് 3 പേരും നടന്ന് പോയി. പെട്ടെന്ന് കൃഷ്ണൻ ഉദ്ധവനോട് പറഞ്ഞു, ഉദ്ധവ, അവർ വൃന്ദാവനത്തിൽ എത്തുന്നത് വരെ സുരക്ഷിതരായിരിക്കണം. നീ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട 5 പേരെയും കൂട്ടി അവരറിയാതെ അവരെ പിന്തുടരുക. കാരണം ഇവിടെ ജരാസന്ധനുണ്ട്, അവരുടെ ചാരന്മാരുണ്ട്. വിശാഖയ്ക്കും ലളിതയ്ക്കും ഒരു ചെറിയ ആപത്ത് പോലും വരാൻ പാടില്ല. നിങ്ങൾ വേഗം ചെല്ലൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഉദ്ധവൻ ഏറ്റവും പ്രധാനപ്പെട്ട 5 പോരാളികളെയും കൂട്ടി അവരെ പിന്തുടർന്ന് പോവുകയാണ്. അടുത്ത ദിവസം സ്വയംവരമാണ്. ദ്രൗപദി നല്ല നിദ്രയിലാണ്. സ്വയംവരത്തിന്റെ തലേന്നുള്ള രാത്രി ആ നിദ്രയിൽ ദ്രൗപദി കാണുകയാണ് അതീവ സുന്ദരിയായ ഒരു സ്ത്രീരൂപം തൻ്റെ മുന്നിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അറിയാതെ ദ്രൗപദി ഉറക്കത്തിൽ കൈകൂപ്പിപ്പോയി. ആ സ്ത്രീരൂപം നടന്ന് ദ്രൗപദിയുടെ അടുക്കൽ വന്നിരുന്നു. ദ്രൗപദിയുടെ തലമുടികൾ മാടി ഒതുക്കി. എന്നിട്ട് പറഞ്ഞു, ദ്രൗപദി മകളെ, നിന്റെ കൂടെ എന്നും ഞാൻ ഉണ്ടായിരിക്കും. ഇത് ഞാൻ തരുന്ന വാക്കാണ്. ദ്രൗപദി, നിന്നെ ജരാസന്ധൻ ഒന്നും ചെയ്യില്ല. നാളത്തെ നിന്റെ സ്വയംവരത്തിൽ വില്ലാളി വീരൻ തന്നെ നിന്റെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കും. അതിനകത്ത് നിനക്ക് സംശയം വേണ്ട. എന്നിട്ട് ആ സുന്ദരിയായ സ്ത്രീരൂപം എഴുന്നേറ്റു. അതാരാണെന്ന് ചോദിക്കണമെന്ന് ദ്രൗപദിക്കുണ്ട്. പക്ഷേ ദ്രൗപദിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ആ രൂപം 1-2 അടി മുന്നോട്ട് നടന്നിട്ട് പറഞ്ഞു, മകളെ, നീ വിഷമിക്കരുത്. നീ നാളെ വധുവായി മാറും. നിന്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തപ്പെടും. വില്ലാളി വീരന്റെ പത്നിയായി നീ മാറും. നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചിരിക്കും. കുരുക്ഷേത്ര യുദ്ധം നടന്നിരിക്കും. നിന്റെ പിതാവിനെ അപമാനിച്ച ദ്രോണാചാര്യർ വധിക്കപ്പെട്ടിരിക്കും. ഇത് ഞാനാണ് പറയുന്നത്. രാധ 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 രാധയുടെ വാക്കുകൾ പാഴാകില്ല. രാധ മുന്നോട്ട് നടക്കുകയാണ്. നടന്ന് ആ സുന്ദര രൂപം കണ്ണിൽ നിന്ന് മറയുകയാണ്. രാധേ രാധേ ശ്രീ രാധേ 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 ശ്രീ രാധേ 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 ശ്രീ രാധേ രാധേ. പെട്ടെന്ന് ദ്രൗപദി കണ്ണു തുറന്നു. അടുത്തെങ്ങും ആരുമില്ല. പക്ഷേ വല്ലാത്തൊരു സുഗന്ധം. ദ്രൗപദി വിചാരിക്കുകയാണ്, താൻ സ്വപ്നം കണ്ടതാണോ അതോ യഥാർത്ഥത്തിൽ രാധ വന്നതാണോ? രാധയും കൃഷ്ണനും ഉത്തരം കിട്ടാത്ത ഒരു വലിയ കടങ്കഥയായി മാറിയിരിക്കുകയാണ് തൻ്റെ മുന്നിൽ. പിന്നെ ദ്രൗപദിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം, സ്വയംവര ദിവസം, ദ്രൗപദി അതിരാവിലെ എഴുന്നേറ്റു. ഗംഗയിൽ പോയി മുങ്ങിക്കുളിച്ചു. രാധാകൃഷ്ണന്മാരെ മനസ്സുകൊണ്ട് വന്ദിച്ചു. അതിനുശേഷം ആചാരപരമായ കുളി ആരംഭിക്കുകയാണ്. ജലം ദേഹത്തോടെ കോരി ഒഴിക്കും. പിന്നെ പാല്, പിന്നെ തൈര്. അതിനുശേഷം വീണ്ടും ഗംഗാജലം കൊണ്ട് പവിത്രമാക്കുന്നു. എന്നിട്ട് ചന്ദനം, കുങ്കുമം, കസ്തൂരി എന്നിവ ദേഹത്ത് പുരട്ടുകയാണ്. കൂട്ടുകാരെല്ലാവരും മംഗള ശ്ലോകം പാടി. എന്നിട്ട് ദ്രൗപദി
പുരോഹിതരുമൊത്ത് യജ്ഞശാലയിലേക്ക് പോയി. അവിടെ ഹോമാഗ്നി ജ്വലിപ്പിച്ചു വെക്കുകയാണ്. ആ ജ്വലിപ്പിച്ച ഹോമാഗ്നിക്ക് ചുറ്റും ദ്രൗപദി വലത്തു വെച്ചു. അപ്പൊ ദ്രൗപദി ഒരു കാഴ്ച കാണുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട പശുക്കുട്ടി ക്ഷീര, അതാണ് ദ്രൗപദിയുടെ പശുക്കുട്ടിയുടെ പേര്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കിത് അറിയാമോ? എനിക്കറിയില്ല അറിയാമോ എന്ന്. ദ്രൗപദിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പശുക്കുട്ടിയാണ് ക്ഷീര. ദ്രൗപദി വന്ന് ക്ഷീരയെ വാരിപ്പുണർന്നു. എന്നിട്ട് പറഞ്ഞു, ക്ഷീരേ, ഞാൻ ഭർത്തൃവീട്ടിലേക്ക് പോകുമ്പോൾ നിന്നെയും ഞാൻ കൂടെ കൊണ്ടുപോകും. അതിനുശേഷം ക്ഷീരയുടെ ശിരസിൽ ചുംബിച്ചു. അതെ, വിവാഹ ഘോഷയാത്ര ആരംഭിക്കുകയാണ്. കൊട്ടും കുരവയുമായി ആരംഭിക്കുകയാണ്. ഇവിടുന്നാണ് അപകടം തുടങ്ങുന്നത്. ഇവിടുന്നാണ് അപകടം തുടങ്ങുന്നത്. ഈ ഘോഷയാത്രയിലേക്ക് ജരാസന്ധൻ കയറി വരാം. ദ്രൗപദിയുടെ ഹൃദയം പട്ടപട്ടാ മിടിക്കാനായിട്ട് തുടങ്ങി. അതെ, സത്രാജിത്തുണ്ട്, ശിഖണ്ഡിയുണ്ട്, അതേ പിന്നെ അതോടൊപ്പം തന്നെ ദൃഷ്ടദ്യുമ്നനുണ്ട്, ശ്വേതകേതുവും സ്വാന്തീപനിയും ചേർന്ന് കഴിഞ്ഞു. ഒരു കുതിര നിറയെ ആയുധങ്ങള്. എന്തിനും തയ്യാറായി ശ്വേതകേതു നിൽക്കുന്നു. കാരണം കൃഷ്ണന്റെ ആജ്ഞയുണ്ട്. അങ്ങനെ അവർ നടന്ന് ആ ഘോഷയാത്ര മണ്ഡപത്തിലെത്തി. ദ്രൗപദിക്ക് ആശ്വാസമായി. ജരാസന്ധന വഴിയിലെങ്ങും കണ്ടില്ല. കൃഷ്ണൻ വാക്കുപാലിച്ചിരിക്കുന്നു. വസുദേവ കൃഷ്ണൻ വാക്കുപാലിച്ചിരിക്കുന്നു. അങ്ങനെ ദ്രൗപദി വേദിയിലേക്ക് കയറി തൻ്റെ പിതാവിനെ നമസ്കരിച്ചു. ദൃഷ്ടദ്യുമ്നനും സത്യാജിത്തും ശിഖണ്ഡിയും വില്ലുമായി നിന്നു. മുന്നിലൊരു വലിയ കുളം. അതിൻ്റെ പരിസരത്തായിട്ടുള്ള ഇരിപ്പിടങ്ങളിലേക്ക് ദ്രൗപദി കണ്ണോടിച്ചു. ദുര്യോധനൻ, അശ്വത്ഥാമാവ്, കർണൻ, വിരാടൻ, ശിശുപാലൻ, നിരവധി രാജാക്കന്മാര്. എവിടെ താൻ തേടുന്ന ആള്? അതെ, യാദവരോടൊത്തിരിക്കുന്നു ശ്രീകൃഷ്ണൻ. തൊട്ടടുത്ത് ബലരാമൻ. കൃഷ്ണന്റെയും ദ്രൗപദിയുടെയും കണ്ണുകൾ തമ്മിലൊന്നടഞ്ഞു. കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി ദ്രൗപദിയുടെ ഹൃദയത്തെ തണുപ്പിച്ചു. ദ്രൗപദിക്ക് വിളിച്ചു പറയണമെന്നുണ്ട്, കൃഷ്ണ കൃഷ്ണ, ഞാൻ ഇന്നലെ രാധയെ കണ്ടു. പെട്ടെന്ന് ദ്രൗപദി സ്വയം ചോദിച്ചു, എൻ്റെ മനസ്സിൻ്റെ തോന്നലാണോ അതോ എൻ്റെ അടുക്കലേക്ക് രാധ വന്നതാണോ? വീണ്ടും ഒരു ഭാഗത്ത് അവിടെ ഋഷിമാര്, ദൂരെ മാറി ജനങ്ങള്. ദൃഷ്ടദ്യുമ്നൻ ദ്രൗപദിയുമൊത്ത് കുളത്തിൻ്റെ അരികിലെത്തി. ഇതിൻ്റെ മുകളിൽ വൃത്തത്തിലൊരു മീനിനെ കെട്ടിവെച്ചിരിക്കുന്നു. അതിൻ്റെ അടുത്തൊരു വലിയ വില്ല്, പൂക്കള്. വില്ലിൻ്റെ ഒരു ഭാഗം സർപ്പം പോലെ വളഞ്ഞിരിക്കുന്നു. അവിടേക്ക് ഞാൻ കെട്ടണം. അതിൻ്റെ അടുത്തൊരാവനാഴി വെച്ചിട്ടുണ്ട്. അതിനകത്ത് 5 അമ്പുകളാണ് വെച്ചിരിക്കുന്നത്. ദ്രൗപദി അതിലേക്ക് പൂക്കളർച്ചിച്ചു. തിരിച്ചു വന്ന് തൻ്റെ ഇരിപ്പിടത്തിലിരുന്നു. ശംഖനാദം മുഴങ്ങി. അപ്പോൾ ദൃഷ്ടദ്യുമ്നൻ വേദിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, സ്വയംവര ചടങ്ങുകൾ ആരംഭിക്കുകയായി. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രാജാക്കന്മാരെ, ഈ കറങ്ങുന്ന ചക്രത്തിലെ മീനിൻ്റെ കണ്ണിൽ അമ്പ് തറയ്ക്കണം. അത് ഈ കുളത്തിൽ അതിൻ്റെ നിഴലിനെ നോക്കി. കുളത്തിൻ്റെ മുകളിലായിട്ടാണ് കറങ്ങുന്ന ചക്രത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മീനെ. നിങ്ങൾ കുളത്തിലേക്ക് നോക്കി മീനിൻ്റെ രൂപം കണ്ടിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന മീനിൻ്റെ കണ്ണിൽ ആരാണോ അമ്പ് തറയ്ക്കുന്നത് അയാൾക്കുള്ളതാണ് എൻ്റെ സഹോദരി. ഇതാണ് പിതാശ്രീയുടെ തീരുമാനമെന്ന് പറയുന്നത്. അപ്പോഴേക്കും എന്ത് സംഭവിച്ചു? വൃദ്ധനായ ഋഷി യജൻ വന്ന് കുങ്കുമം തൊട്ടു ദ്രൗപദിക്ക്, മാലയും ഇടിയിപ്പിച്ചു. അതോടുകൂടി ദ്രൗപദിയെ വധുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി വരനാണ് വേണ്ടത്. അതിനുള്ള ചടങ്ങാണ് നടക്കുന്നത്. രാജാക്കന്മാരുടെ മുഖം ഒന്ന് മങ്ങി. കാരണം പെട്ടെന്ന് ജയിക്കാൻ പറ്റുന്ന ഒന്നല്ല. അപ്പൊ ശിശുപാലൻ എഴുന്നേറ്റു വന്ന് കൃഷ്ണന്റെ മുഖത്ത് രൂക്ഷമായി നോക്കി. രുക്മിണിയെ അപഹരിച്ചു കൊണ്ടുപോയതിൻ്റെ ദേഷ്യമാണ്. ശിശുപാലൻ വന്ന് ആ വില്ല് കുനിഞ്ഞ് വളരെ പ്രയാസപ്പെട്ട് ഉയർത്തി. ഇടത് കൈയിൽ ഒരമ്പെടുത്തു വെച്ചു. വലത് കൈ കൊണ്ട് ഞാൻ വളച്ച് ബന്ധിക്കാനായിട്ട് വളരെ ബലം പ്രയോഗിച്ച് ശ്രമിച്ചപ്പോഴേക്കും ഈ വില്ല്
വില്ലും ഞാനും കയ്യിൽ നിന്ന് തെറിച്ചുപോയി. നിലത്ത് ബാലൻസ് ഉറയ്ക്കാതെ ശിശുപാലൻ ആടി ആടി വീഴാൻ പോയി. ഇത് കണ്ട് എല്ലാവരും ആർത്തു ചിരിച്ചു. ശിശുപാലൻ തൻ്റെ ശിരസ് കുനിച്ച് ലജ്ജിതനായി ഇരിപ്പിടത്തിലേക്ക് മടങ്ങി. ദ്രൗപദിക്ക് ഒരു കാര്യം മനസ്സിലായി. വില്ലാളി വീരന് മാത്രമേ ഇത് വിജയിക്കാൻ കഴിയൂ, മറ്റൊരാൾക്കും കഴിയില്ല. പക്ഷെ ദ്രൗപദിയുടെ മനസ്സിന്റെ ഭയമതല്ല. ദുര്യോധനൻ അവന്റെ സ്വഭാവം എത്ര മോശമാണെങ്കിലും ശരി, അവനാണ് വില്ലാളി വീരൻ തന്നെയാണ്. ഒരു പക്ഷേ അവൻ ജയിച്ചു പോയാൽ അത് ആലോചിച്ചപ്പോൾ തന്നെ ദ്രൗപദിക്ക് തൻ്റെ ഹൃദയം നിന്നു പോകുന്നത് പോലെയാണ് തോന്നിയത്. ഓരോ രാജാക്കന്മാരായി വന്നു, എല്ലാവരും പരാജയപ്പെട്ടു. ഒടുവിൽ ജരാസന്ധന്റെ പേര് വിളിച്ചു. ജരാസന്ധൻ എഴുന്നേറ്റു. അപ്പൊ എല്ലാവരും കൈയടിച്ചു. അപ്പൊ ദ്രൗപദി ഉത്കണ്ഠയോടുകൂടി നോക്കുകയാണ്, ഈ ജരാസന്ധൻ മത്സരത്തിൽ പങ്കെടുക്കുമോ? ജരാസന്ധൻ ജയിച്ചു പോയാൽ പിന്നെ താൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? മുതുമുത്തച്ഛന്റെ പ്രായമുണ്ട്. ജരാസന്ധൻ എഴുന്നേറ്റ് കുളത്തിനടുത്തേക്ക് നടന്നിട്ട് ആ വൃത്തത്തിൽ കിടക്കുന്ന മീനിനെ ഒന്ന് നോക്കി, എന്നിട്ട് ജലാശയത്തിലേക്ക് വന്ന് നോക്കി, എന്നിട്ടൊന്ന് പുഞ്ചരിച്ചു. എന്നിട്ട് സാന്ദീപ മുനിയെ നോക്കിയിട്ട് പറഞ്ഞു, ഗുരുദേവ, അത്ഭുതകരമായ പരീക്ഷണമാണല്ലോ ഗുരുദേവ. ഇത് ധീരന്മാർക്ക് മാത്രം ചേർന്ന പരീക്ഷണമാണല്ലോ ഇത്. അപ്പൊ സാന്ദീപനി പറഞ്ഞു, മകനേ ജരാസന്ധ, നീ 100 വർഷം ജീവിച്ചിരിക്കട്ടെ. ഈ മത്സരത്തിൽ നീ പങ്കെടുക്കൂ. ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. അപ്പോൾ ജരാസന്ധൻ വീണ്ടും ഒന്ന് ചിരിച്ചു. കൃഷ്ണൻ ഉത്കണ്ഠാകുലനായി നോക്കുകയാണ്. ഇന്നലെ ചെന്നെല്ലാം പറഞ്ഞതാണ്, ഈ നീചൻ വാക്കുമാറുമോ? ദ്രൗപദിയും നോക്കുകയാണ്. അപ്പൊ ജരാസന്ധൻ പറഞ്ഞു, ഗുരുദേവ, ഞാൻ തീർച്ചയായും പങ്കെടുത്തേനെ. പക്ഷേ പങ്കെടുത്ത് ഞാൻ ജയിച്ചാൽ ഞാൻ ദ്രൗപദിയെ എങ്ങനെ വിവാഹം ചെയ്യും? എൻ്റെ കൊച്ചുമകളേക്കാൾ ചെറിയ പ്രായമാണ്. അതുകൊണ്ട് ഞാൻ പിന്മാറുകയാണ്. യുവാക്കൾക്കൊരവസരം കിട്ടട്ടെ. ഉടനെ എല്ലാവരും കൈയടിച്ചു. ഉടനെ ജരാസന്ധൻ ദ്രൗപദിയുടെ നേർക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, മകളെ, ഒരു വില്ലാളി വീരൻ നിന്റെ ഭർത്താവാകട്ടെ. ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ചെറുമകനുണ്ടല്ലോ, അവൻ ഗദായുദ്ധത്തിൽ മഹാമിടുക്കനാണ്. അതുപോലെ അമ്പെയ്യുന്ന വിദ്യയിലും മിടുക്കനായിരുന്നെങ്കിൽ നീ എൻ്റെ മരുമകളായി വന്നേനെ, ഞാൻ സന്തോഷിച്ചേനെ. തൽക്കാലം ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു മകളെ. ഞാൻ ഗിരിവ്രജത്തിലേക്ക് പോവുകയാണ്. സഹദേവ, വരൂ, നമുക്ക് പോകാം. ജരാസന്ധൻ നടന്ന് കൃഷ്ണന്റെ അടുക്കലേക്ക് വന്നു. കൃഷ്ണനെ ഒന്ന് നോക്കി. കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷേ ജരാസന്ധൻ തിരിച്ചു പുഞ്ചിരിച്ചില്ല. ജരാസന്ധന്റെ മനസ്സിൽ മുഴുവനും എൻ്റെ എല്ലാ പദ്ധതികളും തകിടം മറിക്കുന്നത് കാലികളെ മേയ്ക്കുന്ന ഈ ചെറുക്കനാണ്. ഇവൻ എങ്ങനെ മനസ്സിലായി ഞാൻ ദ്രൗപദിയെ തട്ടിക്കൊണ്ടുപോകുമെന്ന്? അതാണ് ജരാസന്ധൻ ഒട്ടും മനസ്സിലാകാത്തത്. എന്നു മാത്രവുമല്ല, ഇവനാണ് പറഞ്ഞത്, ഞാൻ മത്സരത്തിൽ പങ്കെടുത്ത് ജയിച്ചാലും എല്ലാവരും ചിരിക്കും. കാരണം കൊച്ചുമകളുടെ പ്രായമുള്ള ആളെ കിളവം കെട്ടുന്നു. ഇനി മത്സരത്തിൽ പങ്കെടുത്തു തോറ്റാൽ സകലരും പുച്ഛിക്കും. ഇവൻ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ പങ്കെടുത്തേനെ. ഇവൻ എന്നും എനിക്കൊരു വഴിമുടക്കായി നിൽക്കുകയാണ്. അങ്ങനെ ജരാസന്ധൻ കടന്നുപോയി. ദ്രൗപദി നെടുവീർപ്പിട്ടു. ഈ സമയത്ത് സാത്യകി അക്ഷമനായി. സാത്യകി കൃഷ്ണന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ പ്രവേശിക്കട്ടെ? കൃഷ്ണൻ പറഞ്ഞു, കാത്തിരിക്കൂ, ഞാൻ പറയുന്നത് വരെ യാദവരാരും പ്രവേശിക്കരുത്. അപ്പോൾ അടുത്ത പേര് വിളിച്ചു, ദുര്യോധനൻ. ശ്വാസമടക്കി പിടിച്ചു നിൽക്കുകയാണ് ദ്രൗപദി. കാരണം ദുര്യോധനൻ വില്ലാളി വീരൻ തന്നെയാണ്. ദുര്യോധനൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ദ്രുപദനെ വണങ്ങി. സാന്ദീപ മുനിയെയും വണങ്ങി. അതേ ദുര്യോധനൻ വരികയാണ്. ദുര്യോധനൻ വന്നിട്ട് ദ്രൗപദിയെ ഒന്ന് നോക്കി.
ദ്രൗപദിക്ക് ശ്വാസം പോലും വിടാൻ വയ്യ. ഇവൻ ജയിക്കുമോ? ഈ ദുഷ്ടൻ ജയിക്കുമോ? കാരണം ഇവൻ അസാമാന്യനായ അമ്പെയ്ത്തിൽ പോലും ഇവൻ വിദഗ്ധനാണ്. ഈ സമയത്ത് ദുര്യോധനൻ വന്ന് വില്ലുയർത്തി. ദുര്യോധനൻ ഞാൻ വളച്ചു, അമ്പെടുത്ത് അതിൽ ചേർത്തു. ദ്രൗപദി കണ്ണുകൾ ഇറുകിയടച്ചു. ഈ നീചൻ ജയിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. അതേ, ദുര്യോധനൻ ജലാശയത്തിലേക്ക് നോക്കി, അമ്പു വലിച്ചു പിടിച്ചു. ആ ലക്ഷ്യം ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ പെട്ടെന്നൊരു ചിരി മുഴങ്ങി. സദസ്സിൽ നിന്നും അട്ടഹസിച്ചുള്ള ഒരു ചിരി മുഴങ്ങി. ആ ചിരി തനിക്ക് കേട്ടു പഴക്കമുള്ള ശബ്ദത്തിന്റെ ചിരി. ഒരു നിമിഷം ഒന്ന് പതറിപ്പോയി. ആ ഞാൻ കയ്യിൽ നിന്ന് പോയി. അവന്റെ ദുര്യോധനന്റെ ബാലൻസ് തെറ്റിപ്പോയി. ദുര്യോധനൻ ആകെ ആടി ഉലഞ്ഞുപോയി. അപ്പോൾ ദുര്യോധനൻ വീണ്ടും ഒരു അമ്പെടുത്തു. രണ്ടാമത്തെ അമ്പെടുത്തു. വീണ്ടും ഞാൻ വളച്ചു. അതിനകത്തേക്ക് അമ്പ് ചേർത്തു. ഇപ്രാവശ്യം മനസ്സിൽ പറഞ്ഞു, ഇല്ല, ഞാൻ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ ചിരി എനിക്ക് പരിചയമുള്ളതാണ്. ദുര്യോധനൻ അമ്പ് ചേർക്കുമ്പോൾ ചിരിക്കാൻ ആർക്കാണ് ധൈര്യം വരുന്നത്? പക്ഷേ എനിക്ക് പരിചയമുള്ള ശബ്ദമാണത്. പക്ഷേ ഞാൻ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. എനിക്ക് ദ്രൗപദിയെ വേണം. അതെ, അദ്ദേഹം കുളത്തിന്റെ നിഴലിലേക്ക് നോക്കി. മീൻ കറങ്ങി വരികയാണ്. ആ മീനിന്റെ കണ്ണുകളെ ലക്ഷ്യം വെച്ചു. ദുര്യോധനൻ മീനിന്റെ കണ്ണുകളെ കൃത്യമായി ലക്ഷ്യം വെച്ചു. അതെ, സെക്കൻഡുകൾക്കുള്ളിലാണ് ഞാൻ ചീറിപ്പായും. ആ സമയത്ത് ദുര്യോധനന്റെ ബാലൻസിനെ വീണ്ടും തെറ്റിച്ചുകൊണ്ട് സദസ്സിൽ നിന്നൊരു വാക്ക് മുഴങ്ങി. അന്ധന്റെ മകൻ എന്ത് ചെയ്യാൻ കഴിയും? സദസ്സ് സ്തംഭിച്ചിരുന്നു. സദസ്സ് ധരിച്ചിരുന്നു. അതേ, ദുര്യോധനന്റെ നേർക്ക് ഇങ്ങനെ പറയാൻ ആർക്ക് ധൈര്യം? അന്ധന്റെ മകൻ എന്ത് ചെയ്യാൻ പറ്റും? കൃഷ്ണൻ ആ ശബ്ദം വന്നടുത്തേക്ക് നോക്കി. കൃഷ്ണന്റെ മുഖം വികസിച്ചു. കൃഷ്ണന് സന്തോഷം സഹിക്കാൻ വയ്യ. കൃഷ്ണൻ പറഞ്ഞു, രാധ വാക്കുപാലിച്ചു. ഒരു നിമിഷം എല്ലാവരും കൃഷ്ണനെ നോക്കി. ബലരാമൻ കൃഷ്ണനെ നോക്കി. കൃഷ്ണൻ അല്പം പുഞ്ചിരിച്ചുകൊണ്ട് ബലരാമനോട് പറഞ്ഞു, ജ്യേഷ്ഠ, രാധ വാക്കുപാലിച്ചു. രാധ എനിക്കയച്ച സന്ദേശം ശരിയാണ്. വിശാഖയുടെ കയ്യിൽ എനിക്കിന്നൊരു സന്ദേശം കൊടുത്തയച്ചിരുന്നു. അത് ശരിയാണ്. അവൾ വാക്കുപാലിച്ചു. അപ്പൊ ബലരാമൻ ചോദിച്ചു, രാധ വാക്കുപാലിച്ചു, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? കൃഷ്ണൻ കണ്ണുകൊണ്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. ബലരാമൻ നോക്കി. ബലരാമൻ അത്ഭുത സ്തബ്ധനായി നിന്നുപോയി. കൃഷ്ണന്റെ പുഞ്ചിരി വർദ്ധിച്ചു. ബലരാമൻ പറഞ്ഞു, അനുജ, ഇതൊക്കെ നിന്റെ പണിയാണോ? അല്ല രാധ, ഇതൊക്കെ രാധയുടെ പണിയാണ്. ഈ സമയത്ത് ദുര്യോധനൻ തരിച്ചു നിൽക്കുകയാണ്. ദുര്യോധനൻ എന്നിട്ടും മനസ്സംയമനം വീണ്ടെടുത്തു. വീണ്ടും അസ്ത്രമെടുത്തൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ തൊടുക്കാൻ പോയപ്പോൾ വീണ്ടും ഇടി മുഴങ്ങുന്ന ശബ്ദത്തിൽ, അന്ധന്റെ മകൻ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ദുര്യോധനൻ നിന്ന് വിയർക്കുകയാണ്. ആരാണിത്? അതെ, ആരാണ്? ദുര്യോധനൻ വില്ലെടുത്ത് കുലയ്ക്കാൻ പോകുമ്പോൾ, അന്ധന്റെ മകനെ, നിനക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് വെല്ലുവിളിച്ചത് ആരാണ്? രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.